ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫുൾ പോർഷൻ എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഓർത്ത് നോക്കി, ഇക്വിലിബ്രിയം കംപ്ലീറ്റഡ് ആയിട്ട് കഴിഞ്ഞു. അപ്പൊ ഇല്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കണം. കാരണം അന്ന് കുറെ അല്ലെ ക്ലാസ്സുകാർക്ക് ഇപ്പോഴും എക്സാം ഉള്ള ആൾക്കാരുണ്ട്. KV കഴിഞ്ഞിട്ടില്ല അല്ലെ? കഴിഞ്ഞിട്ടില്ലല്ലോ, മാത്സും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെത്തുമ്പോൾ എന്തായാലും ഒന്ന് റീക്യാപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓർത്ത് നോക്കാം, വീണ്ടും റിവിഷൻ ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് ക്ലിയർ ചെയ്ത് പോകാം. നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ പോവാണ്. റിഡോക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇന്ന് എടുക്കുന്നത് റിഡോക്സ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം നമ്മൾ സാധാരണ രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആൾക്കാരില്ല, കാരണം എക്സാം ആണ്, അവർക്ക് മാത്സും കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ റിഡോക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. ഒന്ന് എഴുതി വെച്ച് റിഡോക്സ് ഹെഡിങ് എഴുതി വെക്കും കേട്ടോ. റിഡോക്സ്, റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്നൊന്ന് ഓർത്തേ. വേണ്ട, കിട്ടി. എന്താണ്? 10th ഫസ്റ്റ് ചാപ്റ്റർ. അതിലെ ഏത് ടോപ്പിക് ആയിരുന്നു? ലാസ്റ്റ് ടോപ്പിക്. കണ്ടോ, ഓർത്ത് നോക്കുക. ലാസ്റ്റ് ടോപ്പിക് അത് ഏതായിരുന്നു? 10th നമ്മൾ പഠിച്ചില്ലേ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ, കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, റിഡോക്സ്, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഡോക്സ്. അത് കഴിഞ്ഞ റാൻസിഡിറ്റി ആൻഡ് കൊറോഷൻ. ഇതാണ് 10th പഠിച്ച ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ? ഓക്കെ, അവിടെ നിന്നുള്ള ആ റിഡോക്സിന്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് 11th ഒരു ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. അപ്പോ റിഡോക്സിന്റെ ഡെഫിനിഷൻ ഇതാണ്: ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഇൻ എ പെർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് നോൺ ആസ് റിഡോക്സ് റിയാക്ഷൻ. ഇതാണ് റിഡോക്സ് റിയാക്ഷന്റെ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ടോട്ടൽ കണ്ടന്റ് ഒന്ന് പറയാം, എന്നിട്ടേ നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നുള്ളൂ. ഓക്കെ, റിഡോക്സിന്റെ ഡെഫിനിഷനിൽ ഓക്സിഡേഷൻ എന്താന്ന് പറയും. ആദ്യം എന്തായിരിക്കും ഓക്സിഡേഷൻ? 10th പഠിച്ച അതേ ഡെഫിനിഷനിൽ തുടങ്ങി വെക്കും. എന്തായിരിക്കും? അഡിഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഈസ് നോൺ ആസ് ഓക്സിഡേഷൻ. അപ്പൊ ഓക്സിഡേഷൻ എന്താ? അഡിഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സിഡേഷൻ. അങ്ങനെയാണെങ്കിൽ റിഡക്ഷൻ എന്തായിരിക്കും? വിമൽ പറയും. റിഡക്ഷൻ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ റിമൂവൽ ഓഫ് ഓക്സിജൻ അല്ലെ? മറ്റേതിന്റെ ഓപ്പോസിറ്റ് ആക്കി പറയും, അതാണ് റിഡക്ഷൻ. അങ്ങനെ ഈ ഓക്സിഡേഷനും റിഡക്ഷനും സൈമൾട്ടേനിയസ്ലി ഒരു റിയാക്ഷനിൽ നടന്നാൽ അതെന്താണ്? റിഡോക്സ്. ഇത് നിങ്ങൾ 10th പഠിച്ചാണ്. ഇത് തന്നെയാണ് ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് ഇവർ പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ഒക്കെ ഉണ്ട്, അതൊക്കെ എഴുതും, അവിടെ തീരും. പക്ഷെ ഇതല്ല ചാപ്റ്റർ, കാരണം നിങ്ങൾ 10th പഠിച്ചതല്ലോ, 11th ആയല്ലോ. അപ്പോ അവര് ഇലക്ട്രോണിന്റെ വ്യൂവിൽ പറയും. എന്താണ് ഇലക്ട്രോണിന്റെ വ്യൂ അല്ലെ? ഓക്കെ, അപ്പോ അടുത്ത ഹെഡിങ് എന്താ? റിഡോക്സ് ആരുടെ വ്യൂവിലാ പറയാൻ പോകുന്നത്? ഇലക്ട്രോണിന്റെ വ്യൂ. അപ്പൊ അവർ പറയുന്നത് ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ലൂസ് ആയ എന്ത് പറ്റും? ഓക്സിഡേഷൻ. അപ്പൊ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ. ഇതാണ് ഇലക്ട്രോണിന്റെ വ്യൂവിൽ പറയുന്നത്. അപ്പൊ എന്തായിരുന്നു ഓക്സിഡേഷൻ? എന്തായിരുന്നു ഇലക്ട്രോണിന്റെ വ്യൂവിലും? ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലെ? ഓക്സിഡേഷൻ. അപ്പൊ റിഡക്ഷൻ എന്തായിരിക്കും? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. കിട്ടിയില്ലേ? ഓക്കെ, ഒന്ന് പറഞ്ഞേ. ഓക്സിഡേഷൻ റിഡക്ഷൻ ഒരുമിച്ചൊക്കെ പറഞ്ഞു ഇലക്ട്രോണിന്റെ വ്യൂവിൽ. ആ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ. പിന്നെ അടുത്ത എന്തായിരുന്നു? ലൂസ് ഇലക്ട്രോൺ എന്തായിരിക്കും? ഓക്സിഡേഷൻ അല്ലെ? ആ കൺസെപ്റ്റ് ഓക്കെ, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് തുടങ്ങാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. എന്തായിരുന്നു? ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ നിന്നാണ് ഈ ചാപ്റ്റർ ഏറ്റവും ക്ലിയർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അവിടെ നിന്നാണ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ഓക്സിഡേഷൻ നമ്പറിന് സെറ്റ് ഓഫ് കുറച്ച് റൂൾസ് ഒക്കെയാണ് എഴുതാൻ പോകുന്നത്. ആ റൂൾസ് ആണ് ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമായിട്ട്, കാരണം അത് വെച്ചിട്ട് നമുക്ക് ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോ ആ സെറ്റ് ഓഫ് റൂൾസ് എഴുതും. ആ റൂൾസ് എഴുതി കഴിഞ്ഞിട്ട് അവർ പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റിഡക്ഷൻ. ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഇവര് എന്ത് ചെയ്യും? കുറെ ഓക്സിഡേഷന്റെ റിഡോക്സിന്റെ കുറെ എക്സാമ്പിൾ വരും. ആ എക്സാമ്പിൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന ടോപ്പിക് ആണ് ഇതിൽ ഏറ്റവും, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് നമ്മൾ റിലേറ്റഡബിൾ ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിലും ഇല്ല. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്സിഡേഷൻ നമ്പറുമായിട്ട് റിലേറ്റഡ് ആണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങും. പിന്നെ റിഡോക്സ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ തുടങ്ങും. ഡിഫറെന്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താ? കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, അവിടെയൊക്കെ എന്ത് കിടക്കും? റിഡോക്സ് കിടക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് എഴുതും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് വരും ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ സൈമൾട്ടേനിയസ്ലി ടേക്ക് പ്ലേസ് ഇൻ എ സിംഗിൾ എലമെന്റ്. ഒരു എലമെന്റിന് തന്നെ നടക്കും, മറ്റൊരു റിയാക്ഷനിലാണ്. അതിനെയാണ് റിഡോക്സ് എന്ന് വിളിക്കുന്നത്. റിഡോക്സിൽ തന്നെ
എന്താണ് ഒരു എലമെന്റ് നടന്ന എന്ത് വിളിക്കും? ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞേ. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ കണ്ടോ പറയും. റിയാക്ഷൻ എന്തായിരുന്നു? ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. പറഞ്ഞോ. കണ്ടോ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോ ഈ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ നമ്മൾ പഠിക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഡെഫിനിഷൻ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് വരുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്താ? H2O2. H2 എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ് അല്ലെ. H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ ഉണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിയുമ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എത്തും. അതാണ് ഇതിൽ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത്. ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷെ അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് അത് ചോദിക്കും. ഒറ്റ ക്വസ്റ്റൻ മനസ്സിലായി ഓർത്തോ. ഒറ്റ ക്വസ്റ്റൻ 4 മാർക്ക്. ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ തെറ്റും. കുറെ സ്റ്റെപ്പുകളുണ്ട്. ഒരു 5 സ്റ്റെപ്പില് നമ്മൾ ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻ, റിഡോക്സ് റിയാക്ഷനെ ബാലൻസിങ് ചെയ്യുന്ന, അതാണ് ഈ ചാപ്റ്ററിൽ ഒരു ടഫ് ഉള്ളത്. ബാക്കിയൊക്കെ ഭയങ്കര കഴിയും കേട്ടോ, ഓർത്ത് നോക്കാം. പക്ഷെ ഇത് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഒരു കുഞ്ഞു ടോപ്പിക് ആണെങ്കിൽ അതിൽ കുറേ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്ത് എറർ ഇല്ലാതെ എന്താ പറയാ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റൻ. അതാണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബാറ്ററി. ബാറ്ററി എന്താണ്? ബാറ്ററി അറിയില്ലേ? ബാറ്ററിയിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ബാറ്ററി കേട്ടോ, ഓർത്ത് നോക്കാം. വീട്ടിലെ റിമോട്ടിന്റെ ബാറ്ററി ഇങ്ങനെ കയ്യിലെടുത്ത് വെക്കാം. അതിന്റെ മുകളിൽ എന്ത് വിളിക്കും? പോസിറ്റീവ്. പോസിറ്റീവ് ടെർമിനൽ എന്താ വിളിക്കാം? ആനോഡാണോ കാഥോഡാണോ? കാഥോഡാണോ ആനോഡാണോ? എന്തായിരിക്കും? കാഥോഡ്. കണ്ടോ കിട്ടി അവിടെ. കാഥോഡാണ് കണ്ടോ. പോസിറ്റീവ് ടെർമിനൽ കാഥോഡ് ആയിട്ട് വരും. നെഗറ്റീവ് ടെർമിനൽ എന്ത് വരും? ആനോഡ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ അങ്ങനെ ആ ഒരു ടെർമിനലും ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ് ആക്ച്വലി വരുന്നത്. അവിടെ നിന്ന് കുറച്ച് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സോൾട്ട് ബ്രിഡ്ജ് ഒക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് ഒരു ബാറ്ററിയുടെ ഒരു മോഡൽ, ഡാനിയൽ സെല്ല് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക്ക് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ അത് എന്തിനു പഠിപ്പിക്കുന്നു എന്നും കൂടി നോട്ട് ചെയ്ത് വെക്കണം. +2 സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരാണ് അത് മുഴുവൻ. അത് ആ പേജ് അതുപോലെ തന്നെ അവിടെയും വരും. ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോ ഈ റിഡോക്സിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്ന ഏത് ചാപ്റ്ററിലേക്ക് വേണ്ടിയിട്ടാ? ഇലക്ട്രോ കെമിസ്ട്രി. അപ്പൊ ഇവിടുത്തെ വരുന്ന കൺസെപ്റ്റ് എല്ലാം അവിടെ ഉണ്ടാവും. അപ്പൊ ഈ കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ അടുത്ത വർഷം എന്ത് ചെയ്യും? തുടങ്ങുന്ന തന്നെ എന്ത് ചെയ്യും? ഈ റിഡോക്സും ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ആ ചാപ്റ്ററിൽ ചോദിക്കും. പിന്നെ ഇവിടെ റിഡോക്സ് ബാലൻസിങ് എന്ന് പറയുന്നത് D&F എന്ന് പറയുന്ന +2 ചാപ്റ്റർ ഉണ്ട്, അതിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ D&F എന്ന് പറഞ്ഞ് +2 ചാപ്റ്ററിനും ഈ ചാപ്റ്ററിലുള്ള ആ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ചാപ്റ്റർ ഡയറക്റ്റ് ആയിട്ട് ആരായിട്ട് കണക്റ്റഡ് ആണ്? +2 ടോപ്പിക് ആയിട്ട് കണക്റ്റഡ് ആണ്. ഇക്വിലിബ്രിയം അത്രയൊന്നും ഡയറക്റ്റ് ആയിട്ട് +2 അധികം വരുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞു KA KB എന്ന് പറയുന്ന ഇക്വേഷൻസ് ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഏരിയയിൽ ഉണ്ട്, വളരെ ക്ലിയർ ആയിട്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ ചെറിയ ടോപ്പിക്സുകൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അത് +2 റിപ്പീറ്റഡ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. റിഡോക്സ് റിയാക്ഷൻ എല്ലാവരും എഴുതി വെക്കുക. ഫസ്റ്റ് ഡെഫിനിഷൻ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻ ഡെഫിനിഷൻ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഡെഫിനിഷൻ കേട്ടോ. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ take place simultaneously. Oxidation and reduction, oxidation and reduction take place simultaneously. Oxidation and reduction take place simultaneously in a particular reaction is known as redox reaction. Oxidation and reduction take place simultaneously, take place in a particular reaction is known as redox reaction. Then next heading, redox oxidation and reduction ഉണ്ടെന്ന് കണ്ടു. അപ്പോ ഇതിന്റെ ഫസ്റ്റ് സബ് ഹെഡിങ് എഴുതി വെക്കുക, ക്ലാസിക്കൽ ഐഡിയ ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഫസ്റ്റ് സബ് ഹെഡിങ്
ക്ലാസിക്കൽ ഐഡിയ ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഹെഡിങ് എഴുതാം കേട്ടോ, സബ് ഹെഡിങ് ക്ലാസിക്കൽ ഐഡിയ ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ക്ലാസിക്കൽ ഐഡിയ ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഈ ക്ലാസിക്കൽ ഐഡിയ എന്ന് പറഞ്ഞാൽ 10th പഠിച്ച കൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന്റെ താഴെ ഓക്സിഡേഷൻ, സബ് ഹെഡിങ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നമ്മൾ 10th എഴുതിയ അതേ ഡെഫിനിഷൻ ആണ് എഴുതുന്നത് കേട്ടോ. ഓക്സിഡേഷൻ അണ്ടർലൈൻ ചെയ്യാം. ദ അഡീഷൻ ഓഫ് ഓക്സിജൻ, the addition of oxygen or electronegative element, addition of oxygen or electronegative element, addition of oxygen or electronegative element, electronegative element to a substance, addition of oxygen or electronegative element to a substance or removal of hydrogen bracket electropositive element bracket hydrogen positive alle electropositive element bracket close cheya from a substance കേട്ടോ. ഓക്കെ, അതാണ് ഓക്സിഡേഷന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നത്. എക്സാമ്പിൾ എഴുതുമ്പോൾ നമുക്ക് ക്ലിയർ ആയിക്കോളും കേട്ടോ. ഓക്കെ, അടുത്ത സബ് ഹെഡിങ് റിഡക്ഷൻ. അവിടെ എഴുതി വെക്കാം റിമൂവൽ ഓഫ് ഓക്സിജൻ, അതിന്റെ ഓപ്പോസിറ്റ് ആക്കി എഴുതും. റിമൂവൽ ഓഫ് ഓക്സിജൻ ബ്രാക്കറ്റ് ഓക്സിജന്റെ അവിടെ എന്ത് എഴുതാം? ഓർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ബ്രാക്കറ്റ് കേട്ടോ. ഓർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. ഓക്സിജൻ എന്താ ഇലക്ട്രോ നെഗറ്റീവ് ആണ് അല്ലേ? ഓക്സിജനെ പോലെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആരും ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഫ്രം എ സബ്സ്റ്റൻസ് or addition of hydrogen bracket or electropositive element to a substance ഓക്കെ. ഇതാണ് ഡെഫിനിഷൻ. ഇനി നമുക്ക് ഇതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ടോപ്പിക് ഇപ്പൊ നമ്മൾ എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലം 7.1 ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സസൈസ് ഫസ്റ്റ് എക്സസൈസ് തുടങ്ങുന്ന ഓക്സിഡേഷൻ നമ്പർ എന്നാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അത് നമുക്ക് എഴുതി വെക്കാം. ഒന്ന് എഴുതി വെക്കാം. ടെക്സ്റ്റ് ബുക്ക് ആണ് പ്രോബ്ലം 7.1. പ്രോബ്ലം 7.1. ക്വസ്റ്റ്യൻ എഴുതി വെച്ചു കേട്ടോ. ഐഡന്റിഫൈ ദ സ്പീഷ്യസ് undergoing oxidation and reduction. Identify the species undergoing oxidation and reduction. രണ്ട് എക്സാമ്പിൾ ഉണ്ട്. ആ രണ്ട് എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾ കേട്ടോ ഓർത്ത് നോക്കുക. നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് നിൽക്കാം. അവിടെ 3 ഈ 3 കേട്ടോ ഓർത്ത് നോക്കുക. ഗ്രൂപ്പായിട്ട് നമുക്ക് ആൻസർ ചെയ്യിപ്പിക്കാം കേട്ടോ. ഓക്കെ, ഇതന്നെ ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലായോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിന്റെ താഴെ ഫസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ H2S plus Cl2 gives 2HCl plus S ഓർത്ത് നോക്കാം. അപ്പൊ ആ ലാസ്റ്റത്തെ റോയിലിരിക്കുന്ന അവരാണ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. ഓർത്ത് നോക്കുക, ഇതിൽ ആരാണ്, ഏത് ഗ്രൂപ്പിനാണ് ഓക്സിഡേഷൻ, ഏത് ഗ്രൂപ്പിനാണ് റിഡക്ഷൻ കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ, ഇതിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഓക്സിഡേഷന്റെ റിഡക്ഷന്റെ ഡെഫിനിഷൻ ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ടൊന്ന് ഓർത്ത് വെച്ചേ. ഓക്സിഡേഷൻ എന്തായിരുന്നു? അഡീഷൻ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ആഡ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോ നെഗറ്റീവ്. അപ്പൊ ഇലക്ട്രോ നെഗറ്റീവ് അറിയില്ലെങ്കിൽ ഇതിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? ആരാ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഓർത്ത് നോക്കാം.
കണ്ടോ വിമല് പറഞ്ഞു എന്താണ് ഇലക്ട്രോനെഗറ്റീവ്? ആരൊക്കെ ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആരാ? ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ വെരി ഗുഡ്, ഫ്ലൂറിൻ. പിന്നെ ആരൊക്കെ വരും? നൈട്രജൻ ഉണ്ട്. അതിന് മുമ്പ് എന്താ? ഓക്സിജൻ അല്ലെ, നൈട്രജൻ, ക്ലോറിൻ. കണ്ടോ ഇവരൊക്കെയാണ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്. എന്താണ് ഏറ്റവും ഹയസ്റ്റ്? ഫ്ലൂറിൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാ? 4. ഓക്സിജൻ 3.5. നൈട്രജനും ക്ലോറിനും സംവാട്ട് സെയിം ആണ്, 3 ആണ് അല്ലെ. ഓർത്ത് നോക്കുക, പോളിസ് സ്കെയിലും അത് വരുന്നു. അപ്പൊ ഇവര് ആരെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് വിളിക്കും? ഓക്സിഡേഷൻ. ഇവരെ റിമൂവ് ചെയ്താൽ റിഡക്ഷൻ. അപ്പൊ ഇവര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ. ഉണ്ടോ ഓക്സിജന്റെ ഫാമിലിയാണ് അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ്. കേട്ടോ ഓക്കെ. ഇനി പറയും ഈ H2S അല്ലെ, ഓർത്ത് നോക്കാം. ഈ H2S ഇന്ന് S ആയി മാറി അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ H2S എന്താണ്? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? വെരി ഗുഡ്. കണ്ടോ ഓർത്ത് നോക്കാം. അവര് പറഞ്ഞു എന്തുകൊണ്ട് ഓക്സിഡേഷൻ ആയി. 2-3 വ്യൂവിൽ പറയാം. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഉണ്ട്. കണ്ടോ ഓക്കെ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ അല്ലെ. H2S ഹൈഡ്രജനെ റിമൂവ് ചെയ്തു. ഹൈഡ്രജനെ റിമൂവ് ചെയ്താൽ എന്താണ്? ഓക്സിഡേഷൻ. ഇനി വേറെ രീതിയിലും പറയാം. സൾഫറിന്റെ അടുത്തേക്ക് ആരാ ആഡ് ചെയ്തേക്കണേ? സൾഫർ അല്ല, ഈ ഹൈഡ്രജന്റെ അടുത്തേക്ക് ആരാ ആഡ് ചെയ്തേക്കുന്നത്? ക്ലോറിൻ. ക്ലോറിൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അങ്ങനെ വന്നാലും അതെന്താണ്? ഓക്സിഡേഷൻ. അപ്പൊ 2 വ്യൂവിലും നിങ്ങൾക്കത് പറയാം. അപ്പൊ H2S ആണ് എന്ത് കിടക്കുന്നത്? ഓക്സിഡേഷൻ. ഓക്കെ. ഇനി ക്ലോറിൻ കണ്ടോ, ക്ലോറിനിലേക്ക് ആരാ ആഡ് ചെയ്തേ? ഹൈഡ്രജൻ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്താ വിളിക്കുക? റിഡക്ഷൻ. ഉണ്ടോ ഓക്കെ. അപ്പൊ ആൻസർ എഴുതി വെക്കുക താഴെ. H2S അണ്ടർഗോ എന്താണ്? പറയേ. ഓക്സിഡേഷൻ. H2S undergo oxidation. H2S undergo oxidation. H2S സൾഫറിനാണ് അല്ലെ ഓക്സിഡേഷൻ വരുന്നത് അല്ലെ, സൾഫറിനാണ് ഓക്സിഡേഷൻ വരുന്നത്. ഇനി Cl2 undergo reduction. Cl2 undergo reduction. Cl2 undergo reduction. അപ്പൊ ഈ കൺസെപ്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ പറയാനായിട്ട് കേട്ടോ. അടുത്ത് 3Fe3O4. 3Fe3O4 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്ലസ് Al gives 8Al. Fe വരും. Fe3O4 ആണ്. Fe3O4. അപ്പൊ 9Fe പ്ലസ് 4Al2. എങ്ങനെയായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്? സാമുവലേ പറഞ്ഞേ. മൈക്ക് ഇഷ്യൂ ഉണ്ട്. മൈക്ക് അടുത്ത് വെച്ചിട്ട് പറഞ്ഞു. ഒരു മിനിറ്റ്, എന്റെ ഇവിടുത്തെ കംപ്ലൈന്റ് ആണോ നോക്കട്ടെ കേട്ടോ മോനെ. ഒരു മിനിറ്റ്. ഇല്ല, ഇവിടെ ഫുൾ വോളിയം ആണ്. ഇനി പറഞ്ഞു. ഇപ്പൊ ഓക്കെ, അടിപൊളി, നല്ല സൗണ്ട്. വെരി ഗുഡ്. Fe3O4 റിഡക്ഷൻ നടന്നു. എന്തുകൊണ്ടായിരിക്കും Fe3O4 റിഡക്ഷൻ നടന്നത്? റിമൂവൽ ഓഫ് ഓക്സിജൻ. റിമൂവൽ ഓഫ് ഓക്സിജൻ അല്ലെ, ഓക്സിജനെ റിമൂവ് ചെയ്തു. അതുകൊണ്ട് അതിന് എന്ത് നടന്നു? റിമൂവൽ ഓഫ് ഓക്സിജൻ, റിഡക്ഷൻ കേട്ടോ. ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അലുമിനിയത്തിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഓക്സിഡേഷൻ എഴുതി വെച്ചു. ആൻസർ Fe3O4 undergo reduction. Fe3O4 undergo reduction. Fe3O4 undergo reduction. അലൂമിനിയം എന്ത് പറ്റും? ഓക്സിഡേഷൻ. അലൂമിനിയം ഓക്സിഡേഷൻ. എളുപ്പമല്ലേ അല്ലേ? തുടക്കം വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞ വർഷത്തെ പോലെ അത് എഴുതാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ എഴുതാം കേട്ടോ. ഓക്കെ, ഇനിയുള്ളത് നമ്മൾ അതാണ് എഴുതാൻ പോകുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് അധികം ചോദിക്കില്ല, കാരണം ആ മെയിൻ ടോപ്പിക്കല്ല. അടുത്ത മുതൽ വേണമെങ്കിൽ ചോദിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കാം കേട്ടോ.
എന്തിനാ ഇത് വേറെ ഒന്നുമല്ല കേട്ടോ. Fe3O4 എന്ത് നടക്കും? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? റിമൂവൽ ഓഫ് ഓക്സിജൻ, റിഡക്ഷൻ. വെരി ഗുഡ്. കണ്ടോ ഓർത്ത് നോക്കാം. അലൂമിനിയത്തിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്തു, അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ. എടുത്തെഴുതി വെച്ചു കേട്ടോ. Fe3O4 റിഡക്ഷൻ, അലൂമിനിയം ഓക്സിഡേഷൻ. നെക്സ്റ്റ് ഹെഡിങ് റിഡോക്സ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ അടുത്ത ഹെഡിങ് കേട്ടോ. റിഡോക്സ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ. ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ. Redox reaction in terms of electron transfer reaction. Then first എഴുതി വെക്കുക oxidation hyphen. Oxidation hyphen loss of electron by any species. Loss of electron by any species. Loss of electron by any species. Next line la reduction appo endayirikkum ennu paranje nerthe paranja reduction gain of electron by any species. Reduction hyphen gain of electron by any species. ക്ലിയർ ആണോ? ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഫോർമേഷൻ ഓഫ് NaCl ആണ്. എക്സാമ്പിൾ എഴുതിയിട്ട് നമുക്കത് പ്രൂവൻ ചെയ്യാം. Na+Cl2 അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി 2Na അവിടെ എടുക്കാം. ഗീവ്സ് NaCl 2NaCl. ഇവിടെ ഈ Na എന്ന് പറയുന്നത് അയണിക് കോമ്പൗണ്ട് ആണ്. Na പ്ലസും Cl മൈനസും ആണ്. ഓർത്ത് നോക്കാം. ഇനി ഓർത്ത് നോക്കാം, നമ്മൾ 10th ചെയ്ത പോലെ തന്നെ കേട്ടോ. ഓക്കെ, അങ്ങനെ ചെയ്തേക്കാം അല്ലേ. ഓക്കെ, വിമലിന് അത് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഇതാ ഈ Na ഉണ്ടോ ഓർത്ത് നോക്കാം. Na ഇലക്ട്രോൺ എന്താ ചെയ്തേ? പ്ലസ് ആയാൽ എന്ത് പറ്റും? ലോസ് അല്ലെ. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് പോയാൽ നിങ്ങളൊക്കെ പോസിറ്റീവ് ആവും അല്ലേ. പുറത്ത് നോക്കാം. അപ്പൊ രാവിലെ തന്നെ നെഗറ്റീവ് ഒക്കെ കളയാം, അണ്ട് പോസിറ്റീവ് തിങ്കിങ് ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ ഇതാ പോസിറ്റീവ് ആയി. അപ്പൊ ആരാ പോയത്? നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ അല്ലെ. അപ്പൊ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്തായിരിക്കും അത്? ഇപ്പൊ എഴുതിയത് ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതും? ഓക്സിഡേഷൻ. ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യണം. എന്തായിരിക്കും? ലോസ് ഓഫ് അല്ലേ, എന്തായിരിക്കും? ഇലക്ട്രോൺ. അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക ലോസ് ഓഫ് ഇലക്ട്രോൺ എന്നുള്ളത്. ഇനി എന്തായിരിക്കും ഇവിടെ? Cl അല്ലെ, അവിടുന്ന് 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. അപ്പൊ എന്തായിരിക്കും? റിഡക്ഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ. ഇപ്പൊ റിഡക്ഷൻ എന്ന് എഴുതാം. ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? അപ്പൊ റിഡക്ഷൻ എന്നിട്ട് ഓർത്ത് നോക്കുക. ക്ലിയർ ആയിട്ട് എഴുതാ. എഴുതിയോ? വേഗം എഴുതി വെച്ചു. റിഡക്ഷൻ ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. എന്നിട്ട് ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോ ഇലക്ട്രോണിന്റെ വ്യൂവിൽ ഒന്ന് പറയണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. അവന്തിക പോയ സമയത്ത് പറഞ്ഞ വേറെ ഒന്നുമില്ല. റിഡോക്സ് ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫറിൽ നേരത്തെ പറഞ്ഞത് എഴുതി. എന്തായിരുന്നു? ഒന്ന് ഓർത്ത് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോസ് ഓഫ് ഇലക്ട്രോൺ കേട്ടോ. അവന്തിക ഒന്ന് എഴുതി വെക്കുക. ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ. അത് എഴുതി. അത് കഴിഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ എഴുതി. അതാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്ന് Na പ്ലസ് ആയി. പ്ലസ് എന്ന് പറഞ്ഞ ഇലക്ട്രോൺ അവിടുന്ന് ഓൾറെഡി എന്ത് ചെയ്തു? ലൂസ് ആയി അല്ലേ. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ ബ്രാക്കറ്റിലെ ലോസ് ഓഫ് ഇലക്ട്രോൺ. ദെൻ ഈ Cl ഒരു ആ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. അപ്പൊ എന്തായിരുന്നു? റിഡക്ഷൻ.
ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇതാണ് ഇപ്പൊ ഇത്രയും സമയം എഴുതിയത് കേട്ടോ. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത പ്രോബ്ലം ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ നിന്നാണ്. പ്രോബ്ലം 7.2 കേട്ടോ, എഴുതി വെക്കാം. പ്രോബ്ലം 7.2 ഇതിന്റെ ടോപ്പിക് എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോബ്ലം 7.2 ക്വസ്റ്റ്യൻ എഴുതി വെച്ചു. justify that the reaction 2Na plus H2 gives 2NaOH. 2Na plus H2 gives 2NaH is a redox change. Is a redox change. Is a redox change. ഓക്സിജൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. അങ്ങനെ ഇലക്ട്രോ നെഗറ്റീവ് ആയ ഓക്സിജൻ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ റിസീവ് ചെയ്യും. ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുമ്പോൾ മറ്റേ ആളെന്താവും? ഓക്സിഡേഷൻ. അഡീഷൻ ഓഫ് ഓക്സിജൻ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ഓക്സിജൻ എന്തിനാ ആഡ് ചെയ്യുന്നത്? ആ സബ്സ്റ്റൻസിന്റെ ഇലക്ട്രോണിനെ പിടിച്ച് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ആ ഇലക്ട്രോണിന്റെ സബ്സ്റ്റൻസിൽ നിന്ന് അതെന്ത് ചെയ്യും? ഇലക്ട്രോണിനെ പിടിച്ച് വലിച്ചെടുക്കും. അപ്പോൾ ആ ഓക്സിജൻ എന്ത് ചെയ്യും? ഇലക്ട്രോണിന് ഗെയിൻ ചെയ്യും. മറ്റേ സബ്സ്റ്റൻസിന് എന്ത് കിടക്കും? ഓക്സിഡേഷൻ. ഐഡിയ മനസ്സിലായോ? ഓർത്ത് നോക്കാം. അപ്പോൾ ഓക്സിജനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്സിജൻ ആഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? അതിന്റെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഓക്സിജൻ ആഡ് ചെയ്യുന്നത്. ഉണ്ടോ? ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ്. ഉണ്ടോ? ഓക്കെ, 2Na plus H2 gives 2NaH. ഇതാണ് ചോദ്യം. ഇവിടെ ചോദ്യം ഇതാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ജസ്റ്റിഫൈ ദ റിയാക്ഷൻ ഈസ് എ റിഡോക്സ് ചേഞ്ച്. റിഡോക്സ് ചേഞ്ച് ആണ് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോ എന്തായിരിക്കും? Na നേരത്തെ അതുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല അല്ലേ? ഓക്കെ, Na എന്താവും? Na പ്ലസ് H എന്താവും? H മൈനസ് അല്ലേ? ഓക്കെ, അപ്പോ ഹൈഡ്രജൻ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്ത് വരും? ഇവിടെ Na പ്ലസ് ആണ്, H മൈനസ് ആയിട്ടാണ് നിൽക്കുന്നത്. കണ്ടോ? അങ്ങനെ വരുമ്പോ ഇത് എന്തായിരിക്കും? ഇതിന് മുകളിൽ ഓക്സിഡേഷൻ. നേരത്തെ എഴുതിയ പോലെ ഓക്സിഡേഷൻ. ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? ഇല്ല, ഓക്സിഡേഷൻ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺ. കേട്ടോ, ഒരെണ്ണം പഠിച്ചു വെക്കാം കേട്ടോ. ലോസ് ഓഫ് ഇലക്ട്രോൺ, LO ഉണ്ടോ? അതിൽ O ഉണ്ട്. O ഫോർ ഓക്സിഡേഷൻ, LO ലോസ് അല്ലേ? ഓക്കെ, അതിൽ എന്തുണ്ട്? O ഉണ്ട്. ആ രീതിയിലൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മാറിപ്പോവും. ഓക്കെ, അപ്പോ ഓക്സിഡേഷൻ ബ്രാക്കറ്റിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. H എന്തായിരിക്കും? മൈനസ് അല്ലേ? ഓക്കെ, റിഡക്ഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ കേട്ടോ. ഓക്കെ, ഇനി അവിടെ ജസ്റ്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. ഇതാ നോക്കിയേ, Na കണ്ടോ? ഓർത്ത് നോക്കുക. ഈ Na-യിൽ നിന്ന് Na പ്ലസ് 1 ഇലക്ട്രോൺ കണ്ടോ? ഓർത്ത് നോക്കാം. ഇനി 2Na ഉണ്ട്, അപ്പൊ 2Na പ്ലസ് 2 ഇലക്ട്രോൺ കണ്ടോ? ഓർത്ത് നോക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതി വെക്കാം അല്ലെ? എത്ര ഇലക്ട്രോൺ അത് റിലീസ് ചെയ്തേ? സോഡിയം 2 ഇലക്ട്രോൺ അല്ലെ? ഇപ്പൊ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്താ? ഓക്സിഡേഷൻ. കണ്ടോ? ഓർത്ത് നോക്കാം. ഓക്സിഡേഷൻ കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്സിഡേഷൻ എന്ന് എഴുതണം. ഓക്സിഡേഷൻ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരെ, ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഹൈഡ്രജൻ നോക്കിയത് കണ്ടോ? അവിടെ നിൽക്കുന്നത് അല്ലെ? H2 എന്ന് പറയുന്നതാണ്. ആ H2 അത് ഇലക്ട്രോൺ എന്ത് ചെയ്യും? റിസീവ് ചെയ്യും അല്ലെ? ഓക്കെ, ഇലക്ട്രോണിനെ റിസീവ് ചെയ്യും. അപ്പൊ H2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നുണ്ട്? 2H മൈനസ്. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ എവിടെ നിന്നാണ് ഈ ഇലക്ട്രോൺസ് നമുക്ക് ഇവിടെ കിട്ടിയത് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺ. കണ്ടോ? ഓർത്ത് നോക്കാം. 2 ഇലക്ട്രോൺ അത് റിസീവ് ചെയ്തിട്ട് ഇത് 2H പ്ലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കേട്ടോ? ഓക്കെ, 2H മൈനസ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? അത് ഗെയിൻ ചെയ്യുന്നു. ഗെയിൻ ചെയ്താൽ എന്തായിരിക്കും? റിഡക്ഷൻ. കേട്ടോ? ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചേക്കണം.
ഇത്രേ ഉള്ളൂ കേട്ടോ. വേഗം എടുത്തു. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഈ രണ്ട് റൂളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ വലിയ ക്വസ്റ്റ്യൻസിൽ ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കോംപ്ലക്സ് ആയി വരും കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഒരു പുതിയ മെത്തേഡാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. അത് വെച്ചിട്ടാണ് ഇനി ഈ ചാപ്റ്ററിൽ വരുന്ന ഏതൊരു ഡോക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ചെയ്യേണ്ട അത് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. ഇത്രയും സമയം പഠിച്ചത് എന്താ, ഹിസ്റ്ററി പഠിക്കണ പോലെ പണ്ടൊക്കെ ഇതൊക്കെ ഉണ്ടായി, ഇപ്പൊ ഇതെല്ലാം ഉപയോഗിക്കുന്നത് അല്ലെ. ഓക്കെ. വേറൊരു കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാണ് അല്ലെ. ഓക്കെ. അപ്പൊ ആ കൺസെപ്റ്റ് ആണ് വരുന്നത് അല്ലെ. ഓക്കെ. പണ്ട് ഇവിടുത്തെ വെഹിക്കിളൊക്കെ എന്തായിരുന്നു, കാറും ബസ്സും ഒക്കെ ആയിരുന്നു. അതിനു മുമ്പ് എന്തായിരുന്നു? അല്ലെ, കാളവണ്ടി, പിന്നെ കുതിരവണ്ടി അല്ലെ. ഓക്കെ. ഞാൻ ഈ കഴിഞ്ഞ വീക്കിലാണ് കൊച്ചുങ്ങളെ കൊണ്ട് മറ്റേ ഇവിടെ ഹിൽ പാലസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, തൃപ്പൂണിത്തറ. അപ്പോഴാണ് കൊച്ചിനൊക്കെ അയ്യോ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു രാജാക്കന്മാരുടെ സമയത്ത്, എടുത്തൊക്കെ കൊണ്ടുപോകുന്ന വണ്ടി, അതൊക്കെ കാണിച്ച് പിള്ളേരെ കത്തി വെച്ച്, മനസ്സിലായി, റിക്ഷ അങ്ങനെയൊക്കെ വെച്ച് അതൊക്കെ കാണിച്ച് അപ്പൊ ആണ് അത് കൊണ്ടുപോകുന്നത് അല്ലേ. ഓക്കെ. ഇന്ന് കരുതിയിട്ട് എന്തുകൊണ്ട് ഇപ്പൊ കാളവണ്ടിക്ക് പോകുന്നില്ല? പൊക്കൂടെ, കുതിരവണ്ടിക്ക് പൊക്കൂടെ അല്ലെ, അങ്ങനെയൊക്കെ പറയും അല്ലെ. ഓർത്ത് നോക്കാം, കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആവാണ് അല്ലെ. നമ്മൾ അല്ലെ കുതിരവണ്ടി എന്നൊക്കെ പറഞ്ഞ കുതിരനെ ആദ്യം നമ്മൾ നോക്കേണ്ടി വരും അല്ലെ. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നമ്മളെ തന്നെ നോക്കി അല്ലെ. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പോണ സമയത്ത് കുതിരേനെയൊക്കെ കുടിപ്പിച്ച് അല്ലെ, അതിന് ഫുഡൊക്കെ കൊടുത്ത് പോകണമെന്നൊക്കെ പറഞ്ഞ് നടക്കുമോ അല്ലെ, നോക്കാം. അപ്പോ നിങ്ങൾ തന്നെ കുളിച്ച് ഒരു പരിപാടി എങ്ങനെയൊക്കെ എഴുന്നേറ്റ് പോകണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കലും ബാക്കിയായി. അതുപോലെ തന്നെയാണ് ഈ പണ്ടത്തെ ഈ മെത്തേഡിനേക്കാളും കുറച്ചും കൂടി ബെസ്റ്റ് വന്നപ്പോൾ അത് ഉപയോഗിക്കുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ് ഏറ്റവും നല്ലത്, കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള എല്ലാത്തിനെയും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് എഴുതി വെക്കാം, ഓക്സിഡേഷൻ നമ്പർ കേട്ടോ, ഹെഡിങ് എഴുതി വെക്കാം. ഓക്സിഡേഷൻ നമ്പർ എന്നാണ് ഹെഡിങ്, ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്നുള്ള ഒരു ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്, അതാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. ഒന്ന് എഴുതി വെച്ചു. ഓക്സിഡേഷൻ നമ്പർ ഡിനോട്ട്, ഓക്സിഡേഷൻ നമ്പർ ഡിനോട്ട്, oxidation number denotes the oxidation state of an element, oxidation state of an element, oxidation state of an element in a compound, in a compound according to a set of rules, according to a set of rule. ആ റൂൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിരാ കേട്ടോ, അതാണ് നമ്മൾ തുടങ്ങുന്നത്. അക്കോർഡിംഗ് ടു എ സെറ്റ് ഓഫ് റൂൾ. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് റൂൾ ആണ്, ഒറ്റ വേർഡിൽ പറഞ്ഞാൽ കേട്ടോ. ഓക്കെ. സെറ്റ് ഓഫ് റൂൾസ് ഫോർമുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്, ഫോർമുലേറ്റഡ് on the basis of, on the basis that, sorry, on the basis that electron pair in a covalent bond, electron pair in a covalent bond belongs to more electronegative element, belongs to more electronegative element. അപ്പോൾ ഇവിടെ ഒരു റൂൾ ഉണ്ട്, ആ റൂളിൽ നമുക്ക് ഒരു 6 റൂൾസുകളാണ് ഹെഡിങ്സ് ആയിട്ട് വന്നേക്കുന്നത്. ആ റൂളാണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. അതാണ് ഈ ചാപ്റ്ററിലെ മെയിൻ കാര്യം. അപ്പൊ നമ്മൾ ഇത്ര സമയം എടുത്ത ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി, പക്ഷേ ഈ ചാപ്റ്റർ സീരിയസ് ആവുന്ന പോയിന്റ് ഇവിടെ തൊട്ടാണ് കേട്ടോ. ഓർത്തോ. അപ്പൊ ഇവിടെ തൊട്ട് നമുക്ക് ആ റൂളൊക്കെ ഒന്ന് പറയാൻ പറ്റണം, ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ. ഓക്കെ. ഇവിടുന്ന് ഫസ്റ്റ് റൂൾ എഴുതി വെക്കുക, ആദ്യം ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ റൂൾ, ഓക്സിഡേഷൻ നമ്പർ റൂൾ കേട്ടോ. ഓക്കെ. ഓക്സിഡേഷൻ നമ്പർ റൂൾ എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് റൂൾ 1, റൂൾ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് റൂൾസ് ഒക്കെ നമുക്ക് എഴുതണം. ഓക്സിഡേഷൻ നമ്പർ റൂൾ അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഓക്കെ. ഫസ്റ്റ് പോയിന്റ്, in element in the free or in the element in the free or in the in element comma in the free or the uncombined state, uncombined state
each atom an oxidation number of 0. Each atom an oxidation number of 0. Each atom an oxidation number of 0. ഇതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരാം, വേറെ ഒന്നുമില്ല. നമ്മൾ ഒരു സിംഗിൾ എലമെന്റ് ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ ഇത് കണ്ടോ, ഇത് ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത്, എന്നെ അങ്ങനെ ഒറ്റയ്ക്ക് നിന്നാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0. കമ്പൈൻ ചെയ്യാൻ പാടില്ല. NaCl എന്ന് പറഞ്ഞാൽ മാറി, Cl2 ഒറ്റയ്ക്കല്ലേ, വേറെ ആരുമായിട്ട് ജോയിൻ ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ എന്തായിരിക്കും അത്? ഓക്സിഡേഷൻ നമ്പർ 0. കേട്ടോ, ഓക്കെ. അപ്പോ ഒരു ഇക്വേഷൻ എഴുതുമ്പോ അത് അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ആണ് എങ്കിൽ, ഫ്രീ സ്റ്റേറ്റ് ആണ് എങ്കിൽ regarded as a 0. Okay. Oh, example Cl2 O2 Na Fe ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ 0. എഴുതി വെക്കുക. എക്സാമ്പിൾ all these oxidation number 0. ഇപ്പൊ ഇങ്ങനെ ആരെഴുതിയാലും 0 ആണ്, 0 ആണ് ഇതിന്റെ വാല്യൂ. ആ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ഓർ ഫ്രീ സ്റ്റേറ്റ്. ഇൻ എ പെർട്ടിക്കുലർ എലമെന്റ് ദേ എക്സിസ്റ്റ് ഇൻ എ ഫ്രീ സ്റ്റേറ്റ് ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ്, ഓക്സിഡേഷൻ നമ്പർ 0. ഉണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് നോക്കുക കേട്ടോ. ഫ്രീ സ്റ്റേറ്റ് ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ഇൻ എ പെർട്ടിക്കുലർ എലമെന്റ് ഓർ മോളിക്യൂൾ, ഓക്സിഡേഷൻ നമ്പർ 0. കേട്ടോ, ഓക്കെ. അപ്പോൾ അതാണ് ആദ്യത്തെ റൂള്. ആദ്യത്തെ റൂള് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പെട്ടെന്ന് മനസ്സിലാവും. സെക്കൻഡ് പോയിന്റ് എഴുതി വെക്കുക. സെക്കൻഡ് റൂൾ കേട്ടോ, ഓക്കെ. സെക്കൻഡ് റൂൾ ആണ് for ions 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 composed of only one atom. For ions composed of only one atom, comma, the oxidation number is equal to 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 the charge on the ion, the charge on the ion. For ion composed of only one atom, comma, the oxidation number is equal to the charge on the ion, charge on the ion. But ചാർജും ഓക്സിഡേഷൻ നമ്പറും സെയിം ആയിട്ട് വരാൻ പോവാണ്. ചാർജും ഓക്സിഡേഷൻ നമ്പറും സെയിം ആയിട്ട് വരാം എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ എഴുതാം കേട്ടോ. ആ സെക്കൻഡ് റൂളിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കാം. Mg2+, ഉണ്ടോ? ഓർത്ത് നോക്കാം. Mg2+, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 2. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ Mg2+ എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണ്. Al3+, ഇങ്ങനെ ഇൻഡിവിജ്വൽ എഴുതുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ 3. ഉണ്ടോ? ഒരു Cl-, ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? -1. ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് ചാർജ്, ഒരു പെർട്ടിക്കുലർ എലമെന്റ് ചാർജ് എന്താണോ അതായിരിക്കും അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മൾ ചിലതിൽ എഴുതും Al3+, അപ്പോൾ അതായിരിക്കും ഓക്സിഡേഷൻ നമ്പർ എഴുതും. എക്സാമ്പിൾ. അപ്പൊ ഈ സെറ്റ് റൂളിന്റെ മീനിങ് ഇതാണ് കേട്ടോ, ഓക്കെ. ഒന്നുമില്ല, ഈ വാല്യൂ തന്നെ വേണ്ട, 2, 3 ഒന്നുമില്ല കേട്ടോ. Then third rule, the oxidation number of oxygen, the oxidation number of oxygen, the oxidation number of oxygen in most compound is -2. അത് നമ്മൾ കാണാതെ അറിഞ്ഞു വെക്കണം. Oxidation number of oxygen in most compound is -2.
ഈസ് -2. ഈ റൂളില് സബ് പോയിന്റ് ഉണ്ട് കേട്ടോ. ഇത് തേർഡ് റൂളാണ്. ആ തേർഡ് റൂളിൽ തന്നെ സബ് പോയിന്റുകൾ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ H2O എന്ന് പറഞ്ഞാൽ അതില് ഓക്സിജന്റെ അല്ലെ ഓക്സൈഡ്സുകളാണ്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ വാല്യൂ? ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? -2 കേട്ടോ. ഓർത്ത് നോക്കാം. CaO അതിലൊക്കെ എന്തായിരിക്കും? -2. അപ്പോ ഓക്സിജന്റെ ഒരു 95 കോമ്പൗണ്ടുകൾക്കും എന്ത് തന്നെയായിരിക്കും? -2. അപ്പൊ എക്സെപ്ഷൻ രണ്ടെണ്ണം ഉണ്ട്. അതാണ് പെറോക്സൈഡ് ആൻഡ് സൂപ്പർ ഓക്സൈഡ്. അവിടെ പെറോക്സൈഡ് വന്ന -1, സൂപ്പർ ഓക്സൈഡ് വന്ന -1/2. ഇത്രയേ ഉള്ളൂ, ഓർത്ത് നോക്കാം. ഓക്കെ, അപ്പോ എല്ലാ ഓക്സൈഡ്സിലും എത്രയായിരിക്കും? -2 കേട്ടോ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ എഴുതി വെക്കാം കേട്ടോ. എക്സാമ്പിൾ H2O CaO, എന്നിട്ട് താഴെ എഴുതി വെക്കാം ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ -2. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ -2. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ -2. അടുത്ത സബ് പോയിന്റ് ഇൻ പെറോക്സൈഡ്. അടുത്ത കേട്ടോ. ഓക്കെ, ഇൻ പെറോക്സൈഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ -1. ഇൻ പെറോക്സൈഡ് കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. Na2O2 H2O2 കൊണ്ട് ഓർത്ത് നോക്കി. ഇത് ഒക്കെ ഉള്ളൂ, വല്ലാതെ കുറച്ചുള്ളൂ. ഈ രണ്ടെണ്ണം ഓർത്ത് വെച്ചാൽ മതി. Na2O2 H2O2 ഇവിടെയൊക്കെ വന്ന എത്രയായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ ഓക്സിജൻ താഴെ എഴുതണം കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ എത്രയായിരിക്കും? -1. ഇവിടേക്ക് എന്ത് കൊടുക്കണം? -1 കേട്ടോ. ഓക്കെ, ഇത് കാണാതെ പറഞ്ഞു വെക്കണം. ഇൻ കേസ് ഓഫ് പെറോക്സൈഡ്, ആരാ പെറോക്സൈഡ്? Na2O2 സോഡിയം പെറോക്സൈഡ്. H2O2 ഇത് കാണാതെ അറിഞ്ഞു വെക്കണം നിങ്ങൾ കേട്ടോ. ഓർത്ത് നോക്കാം. പെറോക്സൈഡ് എക്സാമ്പിൾ, പെറോക്സൈഡിന്റെ എക്സാമ്പിൾ ആണിത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെയൊക്കെ ഓക്സിജൻ എത്രയായിരിക്കും ചാർജ്? -1 കേട്ടോ. എക്സാമ്പിൾ രണ്ടെണ്ണം എഴുതണം. ഈ രണ്ടെണ്ണം പഠിച്ചു വെച്ചാൽ മതി. സൂപ്പർ ഓക്സൈഡ് ഒരാളുള്ളൂ, നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും കേട്ടോ. ഓർത്ത് നോക്കാം. തേർഡ് പോയിന്റ്, ഇതിന്റെ അണ്ടറിൽ തേർഡ് പോയിന്റ്. ഇൻ കേസ് ഓഫ് സൂപ്പർ ഓക്സൈഡ്, oxidation number of oxygen -1/2, -1/2. Example KO2. കാരണം സോഡിയം +1 ആയിരിക്കും. ഇത് എവിടെ നോക്കിയേ? സോഡിയം +1. ഇത് -1/2 × 2 ചെയ്താൽ എന്ത് കിട്ടും? -1 അല്ലേ? -1/2 × 2 ചെയ്താൽ എന്ത് കിട്ടും? -1. +1ഉം -1ഉം എത്രയാവും? 0. ഓക്കെ, അങ്ങനെയാണത് വരുന്നത്. അപ്പൊ എക്സാമ്പിൾ എഴുതണം. KO2 ആണ് സൂപ്പർ ഓക്സൈഡ് കേട്ടോ. ഓർത്ത് നോക്കുക. സൂപ്പർ ഓക്സൈഡ് പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ് ആണ്. ഇതിൽ എത്രയാ ഓക്സിജൻ ചാർജ്? -1/2. എത്രയാ? -1/2 കേട്ടോ. ഓക്കെ, -1/2 ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എത്രാമത്തെ റൂളായി? ഇപ്പോ 3 റൂൾസ് ആയി അല്ലേ? ഏതൊക്കെയായിരുന്നു? വിമലയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, വേഗം പറഞ്ഞു മോനെ. എന്തായിരുന്നു ഫസ്റ്റ് റൂൾ? ഫ്രീ സ്റ്റേറ്റില് 0 ആയിരിക്കും. പിന്നെന്തായിരുന്നു? അടുത്ത ആള് പറഞ്ഞു. രണ്ടാമത്തെ സെക്കൻഡ് റൂൾ. അയോൺസ്. ചാർജ്. ഓക്കെ കേട്ടോ, ആ വേർഡ് ഓർത്ത് നോക്കുക. ഓക്സിഡേഷൻ സെക്കൻഡ് പോയിന്റ് ഇത്രേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ടു ചാർജ് ഓഫ് അയോൺ. ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ടു ചാർജ് ഓഫ് അയോൺ കേട്ടോ. മീനാക്ഷി വിഷമമായി ചോദിക്കാത്തുണ്ട്. വേഗം പറഞ്ഞു. അടുത്ത റൂൾ തേർഡ്. -2 കേട്ടോ. ഓർത്ത് നോക്കാം. -2 എന്ന് പറയുന്ന വാല്യൂ ആണ്. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? -1 കേട്ടോ. നന്ദന ലാസ്റ്റ് പറഞ്ഞു. ലാസ്റ്റ് റൂൾ എന്തായിരുന്നു? വേഗം കേട്ടോ. ഓക്കെ, എന്തായിരുന്നു വിമലെ? കംപ്ലീറ്റ് ചെയ്യും. ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് സൂപ്പർ ഓക്സൈഡ് -1/2 കേട്ടോ. അപ്പൊ സൂപ്പർ ഓക്സൈഡ് -1/2 കേട്ടോ. ഓർത്ത് നോക്കാം. ഇത്രയാണ് നമ്മൾ ഈ 3 റൂൾസും കൂടി കേട്ടോ. ഓർത്ത് ഇനി ഒരു 3 റൂളും കൂടി ഉണ്ട്. ആ 3 റൂളും കൂടി എത്തിക്കഴിയുമ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ള ഒരു ലെവലിലേക്ക്. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, കാരണം ഈ ടോപ്പിക്ക് മനസ്സിലായ കാര്യമില്ല.
അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് അറിയണം അല്ലെ. ഓക്കെ, എവിടേക്കാണ് അത് അപ്ലൈ ചെയ്യുന്നത്? അത് എല്ലാ റൂളും കൂടി ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യണം അല്ലെ, നമുക്ക് അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ റൂളുകളെല്ലാം ഒരുമിച്ച് നമുക്ക് കൊണ്ടുവരുന്നതാണ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. നെക്സ്റ്റ് ഫോർത്ത് റൂൾ എഴുതി വെച്ചോ കേട്ടോ. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് +1. അടുത്ത എഴുതി വെച്ചോ. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് +1. The oxidation number of hydrogen is +1. The oxidation number of hydrogen is +1. Except +1, അത് കഴിഞ്ഞിട്ട് except when it bonded to metal. Except when it bonded to metals in binary compound. Bonded to metal in binary compound. Binary compound. അപ്പോ ഹൈഡ്രജന് ഒരു എന്താണ് 90% +1 വരുന്നത്. പക്ഷേ ഹൈഡ്രജൻ അടുത്ത് മെറ്റൽ ജോയിൻ ചെയ്താൽ എന്ത് വരും? അത് -1 ആവും. -1 ആവും കേട്ടോ. ഓർത്ത് നോക്കാം. എക്സാമ്പിൾ എഴുതി വെച്ചു LiH. എക്സാമ്പിൾ കേട്ടോ, അവിടെ എഴുതി വെച്ചോ. എക്സാമ്പിൾ LiH, lithium hydride കേട്ടോ, LiH, NaH, sodium hydride, NaH, and CaH2, calcium hydride, CaH2. Its oxidation number is -1. Its oxidation number is -1. Its oxidation number is -1. ഓക്കെ, അപ്പോ ഹൈഡ്രജന് ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് വരുന്നത്. അത് എപ്പോഴാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഹൈഡ്രജൻ നിങ്ങൾ എന്താ വിളിക്കുക? ഇലക്ട്രോ പോസിറ്റീവ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താ? ഹൈഡ്രജൻ എപ്പോഴും അതിന്റെ ഇലക്ട്രോൺ അല്ലെ ഡൊണേറ്റ് ചെയ്ത് H+ ആയിട്ട് ബിഹേവ് ചെയ്യാറുണ്ട് അല്ലെ, H+ ആയിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതിനെ ഇലക്ട്രോ പോസിറ്റീവ് എന്നാ വിളിക്കുക. പക്ഷെ NaH ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു Na+ഉം H എന്താവും? -1 കേട്ടോ. കാരണം എന്താ? സോഡിയം മോർ ഇലക്ട്രോ പോസിറ്റീവ് ആണ്. സോഡിയം മോർ ഇലക്ട്രോ പോസിറ്റീവ് കേട്ടോ. ഓർത്ത് നോക്കുക, സോഡിയം മോർ ഇലക്ട്രോ പോസിറ്റീവ് ആണ് ആരെക്കാളും? ഹൈഡ്രജനേക്കാളും കേട്ടോ. ഓർത്ത് നോക്കുക. അങ്ങനെ വരുമ്പോ അത് എന്ത് ചെയ്യും? സോഡിയം എന്താവും? പ്ലസ് ആകും. ഹൈഡ്രജൻ എന്താവും? -1 ആവും. ഹൈഡ്രജൻ എന്താവും? -1 കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഇവര് രണ്ടുപേരും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ കൂടുതൽ ഡൊണേറ്റ് ചെയ്ത ആരാണ്? സോഡിയം. അപ്പൊ സോഡിയം Na+ ആയി, ഹൈഡ്രജൻ എന്തായി? -ആയി കേട്ടോ. ഓർത്ത് നോക്കാം. ആ രീതിയിലാണ് വരുന്നത്. രണ്ടുപേരും അത് ഡൊണേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ആണ് വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ വരുമ്പോ ഹൈഡ്രജൻ ആണ് നോർമലി എന്ത് വരുന്നത്? -1 വരുന്നത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴും ഹൈഡ്രജൻ എന്ത് വരുള്ളൂ? +1. അപ്പൊ മെറ്റൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ, ബൈനറി മെറ്റൽ കണ്ട എന്തായി മാറും? സോഡിയം അല്ലെങ്കിൽ മെറ്റൽസുകൾ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആണ് കേട്ടോ. ഓർത്ത് നോക്കും. മിമ്മൽ ഒരു മെറ്റൽ ആണെന്ന് കരുതാം, പോസിറ്റീവ് കേട്ടോ. ഓർത്ത് നോക്കാം. ഞാൻ ഒരു ഹൈഡ്രജനെ പോലെ നിൽക്കുന്നു കേട്ടോ. ഓർത്ത് നോക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ കുടിക്കാൻ പോയി കേട്ടോ. ഓർത്ത് നോക്കാം. ഞങ്ങൾ രണ്ടുപേരും പൈസ കൊടുക്കേണ്ടതാണ് അല്ലേ? ഓർത്ത് നോക്കാം. വിമൽ സംഭവിച്ചില്ല, കാരണം മെറ്റൽ അല്ലേ. വിമൽ എന്താണ്? മെറ്റൽ. വിമൽ എന്ത് ചെയ്തു? എന്റെ പൈസയും കൂടി വിമൽ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. അപ്പൊ വിമൽ എന്താവും? പോസിറ്റീവ്. ഞാൻ എന്താവും? നെഗറ്റീവ്. എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാൻ നെഗറ്റീവ് ആയിട്ടുള്ളൂ കേട്ടോ. വിമൽ കൊടുക്കണം അല്ലെ. ആ രീതിയിൽ നിൽക്കുന്നതാണ് അല്ലെ. രണ്ടുപേരും ഡൊണേറ്റ് ചെയ്യാനായിട്ടുള്ള ഫില്ലിംഗ് ആണ്. പക്ഷെ വിമലവിടെ പറ്റില്ല, സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്ന് കരുതുക. അങ്ങനെ വന്നാൽ എന്താവും? പോസിറ്റീവ്. സെയിം സിറ്റുവേഷൻ ആണ്. നേരെ അല്ലാത്ത സിറ്റുവേഷൻ വരും. അതെങ്ങനെയാ? NaCl കേട്ടോ. ഓർത്ത് നോക്കാം. NaCl. NaCl എന്താ വരുന്നത് അല്ലെ? വിമലുണ്ട്, വിമലിന്റെ ഒരു ഫ്രണ്ട് ഇയാളുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ ഇയാൾ ആദ്യമേ തന്നെ പറയും വിമൽ കൊടുത്തിരിക്കണം, എങ്കിൽ അല്ലാതെ വരില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ആക്ച്വലി. ഓർത്ത് നോക്കാം. അങ്ങനെ ഒരു ഗ്യാരണ്ടി വെച്ചേക്കണം. വിമൽ ഞാൻ അല്ലെങ്കിലും കൊടുക്കുന്ന ആളാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിമൽ എന്ത് ചെയ്യും അല്ലെ? ഓൾറെഡി ചെലവ് ചെയ്യുന്ന പൈസ മുഴുവനും ഡൊണേറ്റ് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ എപ്പോഴും ഡൊണേറ്റ് ചെയ്യുന്ന അല്ലെ മെറ്റൽ, വിമൽ അല്ലത് മെറ്റൽ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഓർത്ത് നോക്കാം, മെറ്റൽസ് എപ്പോഴും ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. ആ വിമലിലേക്ക് ഇനി നമ്മൾ ധൈര്യമായിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല, ജന്മം ഉണ്ടെങ്കിൽ കേട്ടോ. ഓർത്ത് നോക്കാം. ഞാനൊരു പൈസ അങ്ങോട്ട് കൊടുക്കാൻ സമ്മതിച്ചാൽ അയാൾ എന്ത് ചെയ്യില്ല? മെറ്റൽസ് എന്ത് ചെയ്യില്ല? ഡൊണേറ്റ് ചെയ്യുള്ളൂ. അവര് ഒരിക്കലും റിസീവ് ചെയ്യില്ല കേട്ടോ. ഓർത്ത് നോക്കാം. വിമൽ എപ്പോഴും ഡൊണേറ്റ് ചെയ്യുള്ളൂ, ഒരിക്കലും അത് റിസീവ്
ചെയ്യില്ല. അങ്ങനെയുള്ള ആൾക്കാരെ എന്ത് വിളിക്കും? മെറ്റൽ അല്ലെ, സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ മെറ്റൽസ് ആണ് അവര്. നോൺ മെറ്റൽസ് എന്ത് ചെയ്യും? നോൺ മെറ്റൽ എന്ത് ചെയ്യും? റിസീവ് ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കാം. എപ്പോഴും റിസീവ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെയുള്ള ആൾക്കാരാണ് എന്താ? നോൺ മെറ്റൽസ്. അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ് ആക്ച്വലി വരുന്നത്. പക്ഷെ ഈ ഒരു കണ്ടീഷനിൽ എന്താ? ഹൈഡ്രജനും ഡൊണേറ്റ് ആയിരുന്നു, സോഡിയം ഡൊണേറ്റ് ആണ്. പക്ഷെ മോർ ഇലക്ട്രോപോസിറ്റീവ് ആരാണ്? സോഡിയം more electropositive as compared to hydrogen. So in this only binary metal hydride, hydrogen exhibit -1. Clear ആണോ? Okay. അല്ലാത്ത കേസിലൊക്കെ എന്തായിരിക്കും? H2O +1 -2 എന്ന് ഓർത്ത് നോക്കാം. ബാക്കിയുള്ളതല്ല HCl കണ്ടോ, ഓർത്ത് നോക്കുക. HCl ഇവിടെ എന്താ? +1 -1 കണ്ടോ. ഓക്കെ. NH3 കണ്ടോ, ഓർത്ത് നോക്കുക. NH3 കണ്ടോ, ഹൈഡ്രജൻ എന്ത് വരും? +1. ഇവിടെ എന്ത് വരും? -3 കണ്ടോ. ഓക്കെ. അപ്പോ ഈ ഒരു കേസുകളിൽ മാത്രമാണ് ഹൈഡ്രജൻ എന്താവുന്നത്? -1 കണ്ടോ, ഓർത്ത് നോക്കുക. -1 കേട്ടോ. ഓക്കെ. അപ്പോ ഹൈഡ്രജൻ മെറ്റൽ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കേസുകളിലും എന്താണ് അല്ലെ? ഈ പറയുന്ന ഹൈഡ്രജൻ എന്തായിരുന്നു? പോസിറ്റീവ്. ആ രീതിയിൽ ഓർത്ത് വെച്ചേക്കണം. അപ്പൊ അതാണ് ഈ റൂളിന്റെ ഏരിയ കേട്ടോ. ഓക്കെ. അപ്പൊ റൂൾ പഠിക്കുമ്പോൾ ആരൊക്കെയാണ്? ഇപ്പൊ ഓക്സിജൻ പഠിച്ചു, ജനറലി -2 ആണ്. പക്ഷെ എപ്പോഴൊക്കെ -1 ആവും? പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡിൽ മൈനസ് ആവും കേട്ടോ. ഓക്കെ. ദെൻ ഹൈഡ്രജൻ ജനറലി മൈനസ് ആവില്ല അല്ലെ, +1 ആണ്. പക്ഷെ എക്സെപ്ഷൻ ആരൊക്കെയാണ്? ഈ സോഡിയം ഹൈഡ്രൈഡ് ഒക്കെയാണ് കേട്ടോ. ഓക്കെ. ഇനി 2 റൂളും കൂടി ഉള്ളൂ. അടുത്ത റൂൾ എഴുതി വെച്ചോ കേട്ടോ. നെക്സ്റ്റ് 5th റൂൾ ആണ്. In all its compound, fluorine has an oxidation number of -1. In all its compound, fluorine has an oxidation number of -1. -1 കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ -1. ഫ്ലൂറിൻ എപ്പോഴും എന്തായിരിക്കും? -1 കേട്ടോ. ഓക്കെ. അതിൽ മാറ്റമൊന്നുമില്ല. ദെൻ അടുത്ത ലൈനിൽ ഈ പോയിന്റിൽ തന്നെയാണ്, 5th പോയിന്റിൽ തന്നെ സബ് പോയിന്റ് ആണ്. അതർ ഹാലജൻ ആരൊക്കെയായിരിക്കും? അതർ ഹാലജൻ ബ്രാക്കറ്റില് ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ. അതർ ഹാലജൻ ബ്രാക്കറ്റില് ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. Also have an oxidation number of -1. ഇനി എക്സെപ്ഷൻ. ഇതിൽ എക്സെപ്ഷൻ വരുന്നത് ഈ ക്ലോറിനും ബ്രോമിനും അയഡിനും ഇവർ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് വരും? ഇവിടെ ശ്രദ്ധിച്ചേ. ആരാണ് ഏറ്റവും ഹയസ്റ്റ്? ഫ്ലൂറിൻ. അത് കഴിഞ്ഞാൽ ഓക്സിജൻ. ഇവിടെ ഇനി ക്ലോറിൻ, ബ്രോമിൻ, അയഡിനൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. ഈ ക്ലോറിൻ ഇലക്ട്രോ നെഗറ്റീവ് ആണ് അല്ലെ, ഓർത്ത് നോക്കുക. -1 ആണ് വരുന്നത്. പക്ഷെ ഓക്സിജനും മൈനസ് ആണ്. രണ്ടുപേരും കൂടി ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? ഗെയിൻ ചെയ്യാൻ നോക്കുന്നു. ആര് ജയിക്കും? ആരാ ജയിക്കുക? ഓക്സിജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. നന്ദനയാണ് നമ്മുടെ ഓക്സിജൻ. ഓർത്ത് നോക്കാം. മീനാക്ഷി ഒരു ക്ലോറിനെ പോലെ ഇരിക്കുന്നു കേട്ടോ. ഓർത്ത് നോക്കാം. രണ്ടുപേർക്കും ഈ പേന വേണം. ഓർത്ത് നോക്കാം. നിങ്ങൾ ഇങ്ങനെ പിടിച്ചു വലിക്കുകയാണ് പേന. ആര് ജയിക്കും? ആരാണോ അല്ലെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു വലിക്കുന്നത് അവരാണ് ജയിക്കുക കേട്ടോ. ഓർത്ത് നോക്കാം. ആരാ സ്ട്രോങ് ആയിട്ട് പിടിച്ചു വലിച്ച്? ഓക്സിജൻ. അപ്പൊ ആ ഓക്സിജൻ ജയിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ നന്ദന പിടിച്ച് എന്ത് ചെയ്തു അല്ലെ? ആ ഇലക്ട്രോണിനെ പിടിച്ച് വലിച്ചു എടുത്തുകൊണ്ടുപോയി. എന്തുകൊണ്ടാ അല്ലെ? മോർ. അപ്പൊ രണ്ടുപേർക്കും ആ ഒരു പേന വേണം. അതുപോലെ ആ ഇലക്ട്രോൺസ് രണ്ടുപേർക്കും വേണം. അപ്പൊ രണ്ടുപേരും കൂടി എന്ത് ചെയ്യും അല്ലെ? എടുക്കുമ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഓർത്ത് നോക്കാം. എന്തുകൊണ്ടാ? കൂടുതൽ പവർ അല്ലെ, നന്നായിട്ട് ഇലക്ട്രോണിനെ പിടിച്ച് വലിച്ചെടുക്കാനുള്ള പവർ ആർക്കാണ്? ഓക്സിജനാണുള്ളത് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഓക്സിജനും ഫ്ലൂറിനും കൂടി ഒരു ബലം പിടിച്ചിട്ടാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആര് ജയിക്കും? ഫ്ലൂറിൻ. എന്തുകൊണ്ടാ? ഫ്ലൂറിൻ ആണ് ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് കണ്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇതൊരു റൂളാണ് ആക്ച്വലി. ഇപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത് കണ്ടോ, ഏറ്റവും അല്ലെ -1 ഇയാൾക്കായിരിക്കും, -2 ആയിരിക്കും. ഇനി ഇവര് ഈ രണ്ടാൾക്കാരും എപ്പോഴും എന്ത് തന്നെയാണ് നിൽക്കുന്നത് അല്ലെ? നെഗറ്റീവ് പവറിലാണ് നിൽക്കുന്നത്. അപ്പൊ എക്സെപ്ഷൻ ആയിട്ട് വരുന്നത് ഈ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ
അതിന്റെ അടുത്ത് ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ മാത്രം അവര് പോസിറ്റീവ് വാല്യൂ വരും. അതാണ് അടുത്ത പോയിന്റ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് എന്ന് എഴുതി വെച്ചു. ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ when combined with oxygen, chlorine, bromine and iodine when combined with oxygen, chlorine, bromine and iodine when combined with oxygen ബ്രാക്കറ്റിൽ എഴുതി വെക്കുക ഓക്സോ ആസിഡ്, ബ്രാക്കറ്റിൽ അവിടെ ഓക്സോ ആസിഡ് have positive oxidation number, have positive oxidation number, have positive oxidation number. അപ്പൊ ഇത് ഫിഫ്ത് പോയിന്റ്, സബ് പോയിന്റ് ആണ് ഈ 3 പോയിന്റ് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് റൂൾ, സിക്സ്ത് റൂൾ കേട്ടോ, റൂൾ 6, പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ ക്ലോറിനും ബ്രോമിനും അയഡിനും ഒക്കെ പോസിറ്റീവ് കിട്ടണമെങ്കിൽ ആര് വരണം? ഓക്സിജൻ വരണം അല്ലേ. ഓക്കെ, അപ്പൊ അവിടെ അതനുസരിച്ച് മാറും. ആ രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് റൂൾ, സിക്സ്ത് റൂൾ, the algebraic sum of, എഴുതി വെച്ചോ കേട്ടോ, the algebraic sum of the oxidation number of, the algebraic sum of the oxidation number of all the atom in a compound the algebraic sum of the oxidation number of all the atoms in a compound must be 0, must be 0 എന്ന് പറഞ്ഞ് ന്യൂട്രൽ ആറ്റത്തിനാണ് ഈ പറയുന്നത്. The algebraic sum of oxidation number of all the atom in a compound must be 0, must be 0. എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിൽ വരുന്ന ഓക്സിഡേഷൻ നമ്പറുകളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അത് 0 ആയിട്ട് വരും. ഇതാണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായി. ഇത് ഇത്രയും റൂൾ ഉണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി പഠിച്ചാൽ, അപ്പൊ ഇത്രയും ടെക്സ്റ്റ് ബുക്കിലുള്ളൂ, നിങ്ങൾ ഒരു കാര്യം കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് നമുക്ക് ആവശ്യമുണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇത്ര ഓർത്ത് വെച്ചാണ്. ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റാ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇവർക്ക് +1 ആയിരിക്കും. ഇത് മാറില്ല, +1 ആണ് ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. ഓക്കെ, അപ്പൊ +1 ഓക്സിഡേഷൻ നമ്പർ +1 എന്ന് പറഞ്ഞിട്ട് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്ന് എഴുതി വെച്ചു. ലിഥിയം ഓക്സിഡേഷൻ നമ്പർ +1, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. +2 ആരായിരിക്കും? +2 ഇവിടെ ആരാ? ബെർലിയം പറയൂലേ. പൊട്ടാസ്യം, സോറി, സോഡിയം കഴിഞ്ഞാൽ മെഗ്നീഷ്യം അല്ലേ, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഇവർക്കെല്ലാം +2 ആയിരിക്കും. ഇത് കാണാതെ അറിഞ്ഞിരിക്കണം, എങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവർ ചേഞ്ച് ആവില്ല കേട്ടോ. ഓർത്തത് ഒരു ഫിക്സ്ഡ് ആണ്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഓക്കെ, ഇവർക്ക് യാതൊരു രീതിയിലും മാറില്ല കേട്ടോ. ഓർത്തോ. ഇനി +3 രണ്ടാൾക്കാരുള്ളൂ, ബോറോൺ, അലൂമിനിയം. ഇവരും ഫിക്സ്ഡ് ആണ് ആക്ഷൻ. ബോറോൺ, അലൂമിനിയം, ബോറോൺ, അലൂമിനിയം എന്തായിരിക്കും? +3. ബാക്കിയുള്ളതെല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞാണ്. അപ്പൊ +1, +2, +3 ഇത്ര എഴുതി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്ക് ബാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. എക്സസൈസ് കേട്ടോ, ഓർത്ത് നോക്കാം. കണ്ടോ, കൂടുതൽ പഠിപ്പിക്കാൻ അല്ലെ, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എന്താ ഓർത്ത്. ഓക്കെ, എന്തായാലും വിടാം കേട്ടോ, ഓർത്ത് നോക്കാം കേട്ടോ. ഓക്കെ, 2 മിനിറ്റ് നേരത്തെ എന്തായാലും വിടാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതി വെച്ചു. 7.1 അസൈൻ ഓക്സിഡേഷൻ നമ്പർ to the underlined element, assign oxidation number to the underlined element, assign oxidation number to the underlined element in each of the following species.
in each of the following species. Assign oxidation number of to the underlying element in each of the following species. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിൽ 7.1 ആണ് കേട്ടോ. എക്സസൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. NaH2PO4 കേട്ടോ, ഓർത്ത് വെക്കുക. ഒന്ന് ഓർത്ത് വെച്ചേ, NaH2PO4. ഓക്കെ, NaH2PO4 ഇതാണ് ചോദ്യം. എന്നിട്ട് അണ്ടർലൈൻ ചെയ്തേക്കുന്നത് ഈ ഫോസ്ഫറസിന്റെ അണ്ടറിലാണ് കേട്ടോ, ഓർത്ത് വെക്കുക. അപ്പൊ ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം. ഈ അണ്ടർലൈൻ ചെയ്യുന്ന എലമെന്റുകൾക്ക് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവും. മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെന്റ് ആയിരിക്കും. അതിന് ആവശ്യമുള്ള സമയത്ത് +2 ആവും, +3 ആവും. അങ്ങനെയുള്ള എലമെന്റുകളെയാണ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കിട്ടുന്നത്? ഇലക്ട്രോണിന് ഡൊണേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? പോസിറ്റീവ്. ഗെയിൻ ചെയ്താൽ നെഗറ്റീവ്. ഇത്രയുള്ള പരിപാടി അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു എലമെന്റിന് സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും വരുന്നത് അല്ലേ? ഓക്കെ, സിറ്റുവേഷൻ അനുസരിച്ച് എലമെന്റ് എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും അല്ലെങ്കിൽ റിസീവ് ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ വരുന്ന ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ മീനാക്ഷി ഡേയിൽ ഒരു 100 റുപ്പീസ് ഉണ്ടെന്ന് കരുതാം അല്ലേ? ഓക്കെ, ഞാൻ അല്ലേ ഇയാൾ വന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് 1 റുപ്പീ തരുമോ അല്ലേ? അപ്പൊ മീനാക്ഷി 1 റുപ്പീസ് വേണമെങ്കിൽ കൊടുക്കും അല്ലേ? ഓക്കെ, 1 റുപ്പീസ് ചോദിക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയാ, ഒരു 50 റുപ്പീസോ അങ്ങനെ കൊടുക്കുമോ? ഇല്ല, ചോദിക്കുമ്പോൾ അല്ലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് മീനാക്ഷി പൈസ ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, പുറത്ത് നോക്കാം. അങ്ങനെ കൊടുക്കുമോ? ചോദിച്ചാൽ അപ്പൊ തന്നെ കൊടുക്കുമോ? ഓക്കെ അല്ലെ, അത്യാവശ്യമായിട്ട് കൊടുക്കും അല്ലെ. എന്നിട്ട് അതുപോലെയാണ്. അപ്പോൾ ഈ ഓക്സിഡേഷൻ നമ്പർ വേരിയബിൾ ആവും. എന്തായിരിക്കും? വേരിയബിൾ. അതുകൊണ്ടാണ് ഈ മിക്കതും അണ്ടർലൈൻ ചെയ്യുന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, അതിൽ ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്ന എലമെന്റുകൾക്കാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. മാംഗനീസിന്റെ ഇലക്ട്രോണിക് അറ്റോമിക് നമ്പർ എത്രയായിരുന്നു? 30 വരെയൊക്കെ പഠിക്കാൻ പറഞ്ഞല്ലേ? അവിടെ പറഞ്ഞു. 25. വെരി ഗുഡ്. ഉണ്ടോ? ഓക്കെ, മാംഗനീസ് 25 ആണ്. 4s2 3d5 ആണ്. ഔട്ടർ മോസ്റ്റിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ഏതൊക്കെ വരും? +2 +3 +4 7 വരെ വരാം. മനസ്സിലായി? ഓർത്ത് നോക്കുക, +7 വരെ വരാം സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പോൾ അങ്ങനെയുള്ള കോമ്പൗണ്ടുകളായിരിക്കും മിക്കപ്പോഴും അണ്ടർലൈൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരെണ്ണം ചെയ്യുന്ന മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. പിന്നീട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ തരാം കേട്ടോ. ഓക്കെ, ഇതിന് താഴെ കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഇൻഡിവിജ്വൽ ചെയ്തിട്ട് പറയണം കേട്ടോ. ഓക്കെ, ബോർഡിൽ ചെയ്യിപ്പിക്കണോ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്? ചെയ്യാം കേട്ടോ. ഓക്കെ, ഗുഡ് കേട്ടോ. സോഡിയത്തിന് എത്രയായിരിക്കും? ഇതേ ഇവിടെ നിങ്ങൾ പഠിച്ചല്ലോ. സോഡിയം എത്രയായിരുന്നു? 1. അപ്പൊ ഞാൻ കൊടുക്കണ നോക്കി, സോഡിയം +1. ദെൻ ഹൈഡ്രജൻ എത്രയായിരുന്നു? ഹൈഡ്രജൻ എപ്പോഴും എത്രയായിരിക്കും? 1 അല്ലേ? ഓക്കെ, അപ്പൊ ഹൈഡ്രജന് 1 × 2 കണ്ടോ, ഓർത്തോ. ഹൈഡ്രജൻ 1 ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. ഇനി നമുക്ക് അൺനോൺ ആയിട്ട് അറിയാത്ത ആ കോമ്പൗണ്ടിന് എക്സ് ഇടും. ഫോസ്ഫറസ് ആണ് എക്സ്, നമുക്ക് അൺനോൺ ആണ് എക്സ് കണ്ടോ. ഓക്കെ, ദെൻ പ്ലസ് ഈ ഓക്സിജൻ. ഒരു ഓക്സിജൻ എത്ര ചാർജ്? ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്സിജൻ എത്രയായിരുന്നു? നോക്ക്, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. -2 കണ്ടോ. വെരി ഗുഡ്. -2 × 4. ഓക്കെ, ദെൻ ലാസ്റ്റ് റൂൾ. വിമൽ ഉറക്കൻ അങ്ങോട്ട് വായിച്ചോ. ലാസ്റ്റ് റൂൾ. ഓൾജിബ്രിക് സം. ഇതെല്ലാം സം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0. ഓക്കെ, അപ്പോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായിരുന്നു? സോഡിയം അല്ലെ? സോഡിയം എന്ന് പറഞ്ഞാൽ 1 ആണ്. ദെൻ ഹൈഡ്രജൻ 1 × 2. ദെൻ അൺനോൺ ആയിട്ട് നിൽക്കുന്ന എക്സ് മാത്രമാണ് നമ്മളിവിടെ നോട്ട് ചെയ്തേക്കുന്നത്. ദെൻ ഓൾജിബ്രിക് സം 0. ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക. എത്ര കിട്ടി? ഓർക്കുന്നത് ചെയ്തോ? (3 + x - 8 = 0. So x - 5 = 0. Therefore x is equal to +5. കേട്ടി? മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. NaHSO4.
ഇതിൽ അണ്ടർലൈൻ ചെയ്യുന്ന എസ് ആണ് കേട്ടോ, ഓർത്തോ എസ്. ഇൻഡിവിജ്വൽ ചെയ്തിട്ട് തന്നെ കാണിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ചോദിക്കും, നിങ്ങൾ ചെയ്തു നോക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ കൂടി എഴുതി വെച്ചേക്കാം. അപ്പോൾ അത് പെട്ടെന്ന് കഴിയുന്ന ആൾക്കാർക്ക് അതും കൂടി ചെയ്യാനൊരു സന്തോഷം ഉണ്ടാവും അല്ലേ. H4P2O7. ഇതിൽ അണ്ടർലൈൻ ചെയ്തേക്കുന്നത് P2-ന്റെ ആണ്. അതിൽ P കണ്ടെത്തണം കേട്ടോ, ഓർത്ത് പോകാം. ഫോസ്ഫറസിന്റെ ആണ്, ഇൻഡിവിജ്വൽ എലമെന്റിന്റെ ആണ് ഓക്സിഡേഷൻ കണ്ടത് കേട്ടോ. ഓക്കെ, വേഗം കണ്ടെത്തി. കിട്ടിയോ? വെരി ഗുഡ്. സൂപ്പർ ആയിട്ട് കേട്ടോ, അടിപൊളി. കിട്ടിയോ? അത് തന്നെ ഇത് കഴിഞ്ഞാണ് ചാപ്റ്റർ സ്കൂൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, ഇനി എക്സാം എപ്പോഴാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്? നവംബറിൽ. മാർക്ക് കിട്ടിയോ നമുക്ക് പേപ്പർ? നിങ്ങൾക്ക് എന്തൊരു ഇവന്റ് അല്ലേ, എൻ്റെ മറ്റേ ഇത് കണ്ട് സോഷ്യൽ ഇതിലൊക്കെ കുറെ ഔട്ട്ഡോർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അയ്യോ, അതിന്റെ പേരെന്തായിരുന്നു? ആണോ? അതാണോ ഒരു എന്താണ് ഒരു സീഡ് അവിടെയൊക്കെ നിന്നിട്ട് ആ ഒരു വേറെ എന്തോ പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടല്ലോ, മറ്റേ എന്തോ ആണോ, മറ്റേ ആ ഒരു ഫിലിം സ്റ്റാർ ഒക്കെ വന്നിട്ട് കാളിദാസ് വന്നിട്ട് റോഷൻ വന്നു, പിന്നെയും വന്നു, വേറെ ആരൊക്കെ? അതന്നെ, ഇങ്ങനെ ഇടക്കിടക്ക് വരും. 2x വരും കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇവിടെ നമ്മൾ 2x നടും, രണ്ടെണ്ണം ഇതാണ് കണ്ടോ. 2x is equal to 10. So x is equal to 10/2 കേട്ടോ. കിട്ടിയോ മോനെ? ചെയ്തോ, അത്ര വരെ ശരിയാ. ഇവിടെ ഒരു കുഞ്ഞു വ്യത്യാസമുണ്ട്. ഫസ്റ്റ് റൈറ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് റൈറ്റ് ആണ്. സെക്കൻഡ് എഴുതുമ്പോൾ അവിടെ 0 ആണ് കിട്ടിയേക്കുന്നത്. എക്സ് അല്ല കേട്ടോ. ഓക്കെ, 7 ആണ്. O7 ആണ് വേണ്ട, O7 അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഫോസ്ഫറസ് 2 ഇല്ലേ, അപ്പൊ നമ്മൾ 2x കൊടുക്കും. ബാക്കിയൊക്കെ റൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, ബാക്കിയൊക്കെ റൈറ്റ് ആണ്. അപ്പോൾ എന്താവും മനസ്സിലായല്ലോ. 4ഉം ഇങ്ങോട്ടേനും വന്ന് -10 = 0. അപ്പോൾ x = 3. ഇവിടെ അത് പറഞ്ഞുതരാം. ഇവിടെ P2 അല്ലേ, അപ്പോൾ നമ്മളിവിടെ 2x എന്ന് കൊടുക്കണം. 2 എണ്ണം വന്നു എന്നുള്ളത്, എന്നിട്ട് ഒരാളുടെ അല്ലേ കണ്ടതിന്, അപ്പോൾ 2x എന്ന് കൊടുത്താൽ മതി. ലാസ്റ്റ് ആൻസർ 5. ഈ 10 - 10 അല്ലേ, ഈക്വൽ സൈൻ്റെ പുറത്ത് പോകുമ്പോൾ എന്താവും? 10 ആവും കേട്ടോ. ഓക്കെ, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നവരാ നിങ്ങൾ? സ്കൂൾ ആണോ? അതാണ് ചോദിച്ചേ. സ്റ്റുഡൻസ് ആണ് ഈ കോർഡിനേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? ഓക്കെ, ഒരു ടൈമിൽ അങ്ങനെയാ. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ആക്ച്വലി. ഇവിടെ നോക്കാം കേട്ടോ. NaHSO4 എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ എഴുതിയേക്കുന്ന റൈറ്റ് ആണ് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആ വാല്യൂ കിട്ടിയോ എന്ന് നോക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ ഞാൻ ഇൻഡിവിജ്വലി ചെക്ക് ചെയ്തു, ഇവർ ഓക്കെ ആണ്, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലായെന്ന് കരുതാം. സോഡിയം 1 ആണ് അല്ലേ? ഓക്കെ, 1 + 1 ആണ് 1. ദെൻ ഹൈഡ്രജൻ ഇവിടെ 1 ആണ്. അൺനോൺ ആയിട്ട് നിൽക്കുന്നത് സൾഫർ x കൊടുത്തു. ഓക്സിജൻ വരുന്ന സമയത്ത് -2 × 4 then equal to 0.
then 2 plus x minus 8 equal to 0. Then x minus 6 equal to 0. Therefore, x is equal to 6. Okay. ഇതാണ് ഓൺലൈനിൽ കിട്ടിക്കാണും എല്ലാവർക്കും അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഹൈഡ്രജൻ 4 ആണ്, പ്ലസ് ഓക്സിജൻ P2 ആണ്, അതുകൊണ്ട് 2x എന്ന് റെപ്രസെന്റ് ചെയ്യാം, പ്ലസ് മൈനസ് 2 into 7 ഈക്വൽ ടു 0. ഓൾജിബ്രിക് സം 0 ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പില് 4 plus 2x minus 14 equal to 0. Then 2x minus 10 equal to 0. Then 2x is equal to 10, x is equal to 5. ഓക്കെ അല്ലേ? ഇനി ചെറിയൊരു വ്യത്യാസം ഉള്ളത്, ഇതുപോലെയുള്ള മോളിക്യൂളിന് ജനറൽ ആയിട്ടൊരു ചാർജ് ഉണ്ടാവും. അപ്പൊ നമ്മൾ 0ന് പകരം -1 കൊടുക്കണം, അല്ലെങ്കിൽ -2 കൊടുക്കണം കേട്ടോ. ഓക്കെ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതും കൂടിയാണ് നമുക്കിതിൽ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അത് ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിൽ ക്വസ്റ്റ്യനുകൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം ചെയ്യാം. നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻസ് വരും, അപ്പൊ അവിടെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാമൂലെ ഡൗട്ട് ഉണ്ടോ? അത് കിട്ടിയ ആൻസർ ഓക്കെ അല്ലേ? ഓക്കെ. ഒന്ന് എഴുതി വെച്ചോ. MnO4 മൈനസ്, ഇതാണ് കോമ്പൗണ്ട്, അണ്ടർലൈൻ ചെയ്തേക്കുന്നത് Mn ആണ്. ഇങ്ങനെ ഫൈൻഡ് ചെയ്യും. MnO4 മൈനസ്, ഇത് ജനറൽ ആയിട്ടുള്ള മൈനസ് ആണ്. അപ്പൊ ആകെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. Mn ആണ് അണ്ടർലൈൻ ചെയ്ത കോമ്പൗണ്ട്, therefore x പ്ലസ് -2 into 4 ഈക്വൽ ടു 0ന് പകരം ഇവിടെ -1 വരും. ഉണ്ടോ? ഇത് എല്ലാത്തിനും കോമൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ വലിയൊരു മോളിക്യൂൾ തന്നിട്ട് പുറത്തൊരു ചാർജ് കൊടുത്താൽ അത് എന്ത് ചെയ്യണം? 0ന് പകരം ഇടണം. അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് വരും? കിട്ടിയോ? എത്ര കിട്ടി? 7 കേട്ടോ. ഓർത്തോ. ഇനി നോർമലി ഒരു കോമ്പൗണ്ട് 7 മുകളിലേക്ക് വരില്ല. 7 മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എറൗന്ന് അർത്ഥം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഏറ്റവും ഹൈയസ്റ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് 7 എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം. -8 equal to -1, x to 8 minus 1, so x is equal to 7. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേര് കേട്ടോ. എത്ര മണി സമയമായിട്ടില്ല അല്ലേ? ഓക്കെ, എൻ്റെ ഒരു ടൈം കറക്റ്റ് അല്ല കേട്ടോ. ഓക്കെ, ദെൻ എഴുതി വെച്ചു 7.3. ജസ്റ്റിഫൈ ദ ഫോളോയിങ് റിയാക്ഷൻ. ജസ്റ്റിഫൈ ദാറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ ആർ റിഡോക്സ് റിയാക്ഷൻ. ജസ്റ്റിഫൈ ദാറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ ആർ റിഡോക്സ് റിയാക്ഷൻ. ജസ്റ്റിഫൈ ദാറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ ആർ റിഡോക്സ് റിയാക്ഷൻ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ ചെയ്യാവും. ഇനി ഓർത്ത് നോക്കാം. ജസ്റ്റിഫൈ ദാറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ ആർ റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പോ നമ്മൾ ചോദിക്കുമ്പോ എന്താണ് അല്ലേ? ഈ മെത്തേഡിൽ ഇനി നിങ്ങൾ ചെയ്യാവൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ നിങ്ങൾ 11th ആയി, 11th നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്ത് പറയാനായിട്ട് ചോദിച്ചു കഴിയുമ്പോൾ ഇനി ക്വസ്റ്റ്യൻസുകളെല്ലാം ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ തന്നെ പറയാനായിട്ട് നോക്കണം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ അതാണ്. CuO plus H2 gives CuO plus H2 gives Cu plus H2O. Cu plus H2O. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിന്റെ പേര് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ നമുക്ക് കോപ്പർ അൺനോൺ ആണ്, നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ എഴുതിയ പോലെ ഓക്സിജൻ എത്രയായിരിക്കും? -2. അപ്പൊ എങ്ങനെ നോക്കും? x -2 equal to 0. So x is equal to 2 ഉണ്ടോ? ഓക്കെ, അപ്പൊ ആ 2 സൈഡിലൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഓർത്ത് നോക്കതേ, കോപ്പർ +2 എന്ന് എഴുതും. ഓക്സിജൻ അപ്പൊ എത്രയാ? -2. Then H2
കേട്ടോ, ഓർത്ത് നോക്കാം. എന്തായിരിക്കും ഓക്സിഡേഷൻ നമ്പർ? H2. H2ന്റെ ഓക്സിഡേഷൻ നമ്പർ, H2ന്റെ ഓക്സിഡേഷൻ നമ്പർ ഫസ്റ്റ് റൂൾ വായിക്കും. ഇവിടെ നിന്നിട്ടാണ് ഇനി വായിക്കാൻ പോകുന്നത്. അൺകമ്പൈൻഡ് സ്റ്റേറ്റ്, ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ, ആരുമായിട്ട് ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ 0. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അവിടെ നിന്ന് 0 ആയി. കേട്ടോ, ഇനിയാണ് നമ്മൾ ഈ റൂൾ ഉപയോഗിക്കാൻ പോകുന്നത്. കേട്ടോ, ഓക്കെ. അപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ആരായിക്കോട്ടെ, ഒറ്റയ്ക്കാണ്, ആരും ഇല്ല എങ്കിൽ അതെന്തായിരിക്കും? 0. കേട്ടോ, ഓക്കെ. ദെൻ മീനാക്ഷി, ഇത് എന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0. കണ്ടോ, അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ആണ് 0. ഇനി ഇവിടെ ഒരു കോമ്പൗണ്ട് ആണ്, ഹൈഡ്രജൻ എന്ത് തന്നെയാണ്? +1. കേട്ടോ, +1, ഹൈഡ്രജൻ +1. ഓക്സിജൻ എന്തായിരിക്കും? -2. കേട്ടോ, ഓക്കെ, -2. ഇനി പറഞ്ഞു, ഇതില് കോപ്പറിന് എന്താണ്? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? കോപ്പറിന് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ ആണ്. കേട്ടോ, ഓർക്കുക. അപ്പൊ എഴുതി വെക്കുക, എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്, എന്തായിരിക്കും? റിഡക്ഷൻ. കേട്ടോ, ഓക്കെ. അപ്പൊ ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്, റിഡക്ഷൻ. റിഡക്ഷൻ ആണ്. ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യും? ഡിക്രീസസ്, റിഡക്ഷൻ. കേട്ടോ, ഓക്കെ. ഫ്ലാറ്റ് എഴുതണം കേട്ടോ. റിഡക്ഷൻ, ബ്രാക്കറ്റിൽ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്. കേട്ടോ, ഓർക്കുക, റിഡക്ഷൻ ആണ്. ഇനി ഇവിടെ നോക്കിയേ, ഓക്സിജൻ -2 ആണ്, ഇവിടെയും -2 അല്ലേ? ചേഞ്ച് ഒന്നുമില്ല അല്ലെ? ഓക്കെ, സെയിം അല്ലേ? -2. ഇനി ഹൈഡ്രജൻ 0 ആണ്, ഇപ്പൊ എന്തായാലും +1. അപ്പൊ 0യിൽ നിന്ന് +1 വന്നാൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. അങ്ങനെ വന്നാൽ എന്തായിരിക്കും? ഓക്സിഡേഷൻ. കേട്ടോ, ഓക്കെ. അപ്പൊ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. ഇവിടെ ഓക്സിഡേഷൻ ബ്രാക്കറ്റിൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. ഓക്സിഡേഷൻ ഇല്ല, നമ്മള് ഇതാണ് ലേറ്റസ്റ്റ് റൂൾ. ഇത് വെച്ച് ഇനി നമുക്ക് ചെയ്യാൻ പറ്റും. കേട്ടോ, ഓക്കെ. അപ്പൊ വലിയ മോളിക്യൂളുകൾ അല്ലെ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, K2Cr2O7, അതിന്റെ ഉള്ളിലൊക്കെ നോക്കി കഴിയുമ്പോൾ ഓക്സിജൻ തന്നെ 5-6 ഉണ്ടാവും, പിന്നെ കുറയും കൂടും, Cl ഒക്കെ വരും, ഒക്കെ കൂടി വരും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മറ്റു റൂളുകളൊന്നും ചെയ്യാൻ പറ്റാത്തത്. കേട്ടോ, ഓക്കെ. ഇതിൽ മറ്റേ റൂൾ വെച്ചും ഈസി ആയിട്ട് ചെയ്യാം അല്ലെ? ഓക്കെ. പക്ഷെ ഇനി ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റിനും ഏത് റൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാവൂ? ഓക്സിഡേഷൻ നമ്പർ. കേട്ടോ, ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. കേട്ടോ, ഓക്കെ. ഇതാണ് എന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ന് ഇത്രയും വരെ നിൽക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞതൊന്ന് അല്ലെ, ഇത്രയും എടുത്തേക്കൊന്നൊന്ന് കൺക്ലൂഡ് ചെയ്യാം, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം. കേട്ടോ, വിഷമിക്കണ്ട. കേട്ടോ, ഓക്കെ. നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും അല്ലെങ്കിൽ അല്ലെ. നമ്മുടെ തുടക്കം എന്തായിരുന്നു? ആക്ച്വലി ചാപ്റ്ററിന്റെ പേര് റിഡോക്സ്. കേട്ടോ, ഓർത്ത് നോക്കുക. റിഡോക്സിന്റെ ഡെഫിനേഷൻ അവിടെ നിന്ന് വിമല തന്നെ പറഞ്ഞു തുടങ്ങട്ടെ. റിഡോക്സ് സിമ്പിൾ അല്ലെ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ എഴുതി ഓക്സിഡേഷന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ലോസ് ഓഫ് ഇലക്ട്രോൺ ഓർ ഗെയിൻ ഓഫ്, ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ റിഡക്ഷൻ അല്ലെ? ഓക്കെ. അപ്പൊ ആ രീതിയിൽ ഇലക്ട്രോണിന്റെ വ്യൂവിൽ പറഞ്ഞു. ക്ലാസിക്കൽ മെത്തേഡ് എന്തായിരുന്നു മീനാക്ഷി? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഓർ എന്താണ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം അല്ലെ? അതാണ് പണ്ട് പഠിച്ചേക്കുന്ന ആ മെത്തേഡ്. അങ്ങനെയാണ് നമ്മൾ തുടക്കം ഈ ചാപ്റ്ററിൽ വന്ന് ഇലക്ട്രോണിന്റെ മെത്തേഡ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ വീട്ടിൽ പോയിട്ട് നോക്കേണ്ട മെയിൻ കാര്യം സെറ്റ് ഓഫ് റൂൾ. കേട്ടോ, 6 സെറ്റ് ആണ്. ഫസ്റ്റ് സെറ്റ് പറയാണ് അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ഓർ ഫ്രീ സ്റ്റേറ്റ്, ഓക്സിഡേഷൻ നമ്പർ 0. സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? അയോൺസ് അല്ലെ? അയോൺസ് എന്തായിരുന്നു? ആക്ച്വലി ചാർജ്, ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ടു ചാർജ്. തേർഡ് എന്തായിരുന്നു? എല്ലാ റൂളും പറഞ്ഞപ്പോ വിടും. ഓക്സിജൻ ജനറലി -2 ആണ്, പെറോക്സൈഡ് -1, സൂപ്പർ ഓക്സൈഡ് -1 അല്ലെ? ഹൈഡ്രജൻ എന്തായിരുന്നു? ജനറലി +1, ദെൻ ഹൈഡ്രൈഡ് -1, ദെൻ ഓക്സിജൻ അല്ലെ? എന്റെ കഴിഞ്ഞു, ഹൈഡ്രജന്റെ കഴിഞ്ഞു. പിന്നെ പറയുന്നത് ഹാലജൻ ആണ്, ഫ്ലൂറിൻ ആണ് -1 അല്ലെ? ദെൻ ഹാലൈഡ്സിൽ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അവർക്ക് നോർമലി ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മാത്രം പോസിറ്റീവ് വരും. ലാസ്റ്റത്തെ ആണ് ഓൾജിബ്രിക് സം എന്തായിരുന്നു? 0. കേട്ടോ, ഓക്കെ. വൈൻഡപ്പ് ആണ്. ഈ റൂൾസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം, അടുത്തത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. കേട്ടോ, ഓക്കെ. വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. സമയ ഡൗട്ട് ഉണ്ടോ മോനെ? എന്തെങ്കിലും ഏതെങ്കിലും ടോപ്പിക്ക്? ഇപ്പൊ വരാം. ഒരു മിനിറ്റ്